നമ്മൾ ഈ ഗുഹ, കേവ് എന്നൊക്കെ കേൾക്കുമ്പോൾ മലഞ്ചെരുവിലും പാറയിടുക്കുകളിലുമൊക്കെയുള്ള ഗുഹകളല്ലേ ഓർമ്മ വരിക? എന്നാൽ അങ്ങനെയല്ലാതെ ഭൂമിക്കടിയിൽ 3 കിലോമീറ്ററോളം നീണ്ടു പരന്നു കിടക്കുന്ന ഒരു പാതാള ഗുഹയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗുഹയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ടാമത്തേതും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹയുമാണിത്. ഞാൻ ഈ പറയുന്നത് ആന്ധ്രാപ്രദേശിലെ നന്ദ്യാല ജില്ലയിലുള്ള പ്രശസ്തമായ ബേലം കേവ്സിനെ പറ്റിയാണ്. ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരു പാതാള ഗുഹ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിന് കാരണമായി ചരിത്ര ഗവേഷകർ പറയുന്നത് 10,000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതി എന്നൊരു നദി ഗതിമാറി ഭൂമിക്കടിയിലേക്ക് ഒഴുകിയപ്പോൾ ഉണ്ടായ ഒരു അത്ഭുത സൃഷ്ടിയാണിതെന്നാണ്. അങ്ങനെ വർഷങ്ങളോളം ചിത്രാവതി നദി ഭൂമിക്കടിയിലൂടെ ഒഴുകി രൂപാന്തരപ്പെട്ട പാടുകളും കൈവഴികളും വലിയ ഇടനാഴികളും ഒക്കെ നമുക്ക് ഈ കേവിനുള്ളിൽ കാണാനാകും. ഇങ്ങനെ നടന്ന് ബേലം കേവിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജലപ്രവാഹം കാണാനാകും. അതിനെ പാതാള ഗംഗയെന്നാണ് അറിയപ്പെടുന്നത്. അതിന് സമീപത്തായി ശിവലിംഗത്തോട് സാമ്യമുള്ള ഒരു രൂപവുമുണ്ട്. നൂറ്റാണ്ടുകളോളം ഭൂമിക്കടിയിൽ മറഞ്ഞു കിടന്നിരുന്ന ഈ ഗുഹ കഴിഞ്ഞ 150 വർഷത്തിനിടയ്ക്ക് മാത്രമാണ് ആധുനിക സമൂഹം കണ്ടെത്തുന്നത്. പക്ഷേ 6000-ഓളം വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധ സന്യാസിമാർ ഇവിടെ താമസിച്ചിരുന്നതിന്റെയും ധ്യാനമിരുന്നതിന്റെയും ഒക്കെ തെളിവുകൾ ചരിത്ര ഗവേഷകർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണമാണ് നമ്മൾ ബേലം കേവിലേക്ക് വരുമ്പോൾ പ്രവേശന കവാടത്തിൽ കാണുന്ന ശ്രീബുദ്ധന്റെ ഈ വലിയ പ്രതിമ. ഭൂമിക്കടിയിലൂടെ 1 മണിക്കൂറോളമുള്ള ഈ യാത്ര അത്ഭുതവും ഭയവും ആകാംക്ഷയും ഒക്കെ ചേർന്ന് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കുറെ നിമിഷങ്ങളാണ് നമുക്ക് നൽകുക. കുറച്ച് സാഹസികതയൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് തിരയുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും വരേണ്ട ഒരു സ്ഥലമാണ് ബേലം കേവ്സ്.